മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പോയ ബെർണാഡോ സിൽവയുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ബാർസിലോണ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ ഒരു പ്ലെയറിൻ്റെ അടുത്ത ലക്ഷ്യം, പ്രീമിയർ ലീഗിൽ ഇത്രയും നാൾ കളിച്ച ഈ ഒരു പ്ലെയറിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സ്പെയിനിൽ ലാലിഗയിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. അതിലും നമ്മൾ ഈ രണ്ട് ടീം, ബാർസ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഈ രണ്ട് ടീമിനെ തമ്മിൽ കമ്പയർ ചെയ്താലും ബാർസയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയായിരുന്നു ബെർണാഡോ സിൽവയുടെ ലക്ഷ്യം. കാരണം ഈ ഒരു ബെർണാഡോ സിൽവ ഒരു ബോയ്ഹുഡ് ബാർസ ഫാനാണ്. അതുകൊണ്ട് തന്നെ ബാർസ പോണക്കത്തെ ഒരു ക്ലബിന് ഒരു പ്രത്യേക ഓഫറും ഈ ഒരു പ്ലെയർ മുന്നിലോട്ട് വെച്ചിരുന്നു. കാരണം സാലറി ബാർസ ഓഫർ ചെയ്തിരുന്നത് ഏകദേശം 10 മില്യൺ യൂറോസ് ആയിരുന്നു. അത് ബാർസയ്ക്ക് മാത്രം, ബാർസയിലോട്ടാണ് പോകുന്നതെങ്കിൽ മാത്രമേ ആ ഒരു 10 മില്യൺ യൂറോസ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് ബെർണാഡോ സിൽവ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഓഫർ എന്ന് പറയുന്നത് ഏകദേശം 12 മില്യൺ യൂറോസ് ആയിരുന്നു. പക്ഷേ ബാർസയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബെർണാഡോ സിൽവയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടി ഇപ്പം ബാർസയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു. അവർക്ക് ബെർണാഡോ സിൽവയെ രജിസ്റ്റർ ചെയ്യണമായിരുന്നെങ്കിൽ റൂണി ബാഗ്ജി അല്ലെങ്കിൽ മാർക്ക് കസാഡോ, ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും സെല്ല് ചെയ്യണമായിരുന്നു. അവരുടെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ആകാത്ത ഒരു സ്ഥിതി. അങ്ങനെ ആകപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നു ബെർണാഡോ സിൽവ. ഇത് കണ്ടു നിന്ന ഫ്ലോറന്റീനോ പെരസ് എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചേക്കാം എന്ന് തന്നെ കരുതി ഇറങ്ങി. കഴിഞ്ഞ 36 മണിക്കൂർ കൊണ്ട് ബെർണാഡോ സിൽവയുമായിട്ട് ചർച്ചകൾ നടത്തി എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ഹിയർ വി ഗോയും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സീസണിൽ റയൽ മാഡ്രിഡിൻ്റെയും ഫ്ലോറന്റീനോ പെരസിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബാർസലോണയുടെ ഡീലുകളെയൊക്കെ ഒന്നുകിൽ എനിക്കുമില്ല നിനക്കുമില്ല എന്നുള്ള രീതിയിൽ കുളം തോണ്ടുക, അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുക. ഈ രണ്ട് പരിപാടിയും ഇതിനകം ഇവർ ചെയ്തു കഴിഞ്ഞു. ആൻ്റണി ഗോർഡൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ബാർസലോണ ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു. അല്ലായിരുന്നെങ്കിൽ അതിലും കയറി മിക്കവാറും ഫ്ലോറന്റീനോ അണ്ണൻ കയറി ഇടപെട്ടേനെ. അപ്പോൾ ഈ ഒരു ബെർണാഡോ സിൽവയ്ക്ക് റയൽ ഓഫർ ചെയ്തേക്കുന്ന സാലറി എന്ന് പറയുന്നത് ബാർസ ഓഫർ ചെയ്ത സാലറിയുടെ നേരെ ഇരട്ടി. അതായത് 16 മില്യൺ യൂറോസ് പ്ലസ് 3 മില്യൺ യൂറോസ് ആഡോൺസ് ഒക്കെ കൂട്ടി ഒരു 19 മില്യൺ യൂറോസ് പെർ സീസണാണ് റയൽ മാഡ്രിഡിൻ്റെ സാലറി ഓഫർ. ഏകദേശം 10 മില്യൺ യൂറോസിൻ്റെ ഓഫറായിരുന്നു ബാർസ മുന്നിലോട്ട് വെച്ചത്. അപ്പം നേരെ ഇരട്ടിയാണ് പെർ സീസൺ റയൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, റയലിലേക്ക് വരുമ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. പുള്ളിക്ക് സ്ട്രെയിറ്റ് അവേ പുള്ളിയെ റയലിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ പേപ്പറും പേനായും കൊണ്ടുവന്ന് പുള്ളി സൈൻ ചെയ്ത് എല്ലാം റയലുമായിട്ട് എല്ലാ ഡീലും ഉറപ്പിച്ച് ബാർസയെ തേച്ച് ഒട്ടിച്ചു. അങ്ങനെ ബെർണാഡോ സിൽവ. അപ്പം അങ്ങനെ ആ ഒരു ബാർസയെ തേച്ചൊട്ടിച്ചത് കണ്ട് ബാർസലോണ ഫാൻസിനെ കലി സ്വാഭാവികമായിട്ട്, ഇപ്പം എൻ്റെ ക്ലബിൽ ഇങ്ങനത്തെ പ്ലെയർ ഞാനുമായിട്ട് ലിങ്ക് ചെയ്ത് ആഴ്ചകൾ നിന്നിട്ട് നേരെ എതിരാളിയായിട്ടുള്ള ലിവർപൂളിനെ ജോയിൻ ചെയ്താൽ നമ്മുടെയും കുരു പൊട്ടും. അപ്പം അതുതന്നെയാണ് ബാർസലോണ ഫാൻസിൻ്റെയും സ്ഥിതി. ഇപ്പം ബാർസലോണ ഫാൻസ് പലരും ന്യായീകരിച്ചുകൊണ്ട് പലതും സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പലപ്പോഴായിട്ട് ഈ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സിനെ ബാർസലോണ സൈൻ ചെയ്ത സമയങ്ങളിലൊക്കെ, ഇപ്പം ഗുണ്ടോഗനായാലും അതേപോലെ തന്നെ സെർജിയോ അഗ്വേറയൊക്കെ സൈൻ ചെയ്ത സമയങ്ങളിലൊക്കെ ബാർസലോണ ട്രോഫിലെസ് ആയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പല ബാർസലോണ ഫാൻസും ഇപ്പോൾ സ്വയം ആശ്വസിക്കുന്നുണ്ട്. നല്ല കാര്യം. നമ്മുടെ ആ ഒരു നമ്മളിങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളെ ന്യായീകരിക്കാനും നമ്മുടെ ക്ലബിനെ ന്യായീകരിക്കുക എന്നുള്ളത് നമ്മൾ ഫാൻസിൻ്റെ കടമയാണ്. ഞാനാണേലും ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും നോക്കിയാൽ റയൽ മാഡ്രിഡും ജോസെ മൗറിഞ്ഞോയും, പ്രത്യേകിച്ച് ജോസെ മൗറിഞ്ഞോയ്ക്കായിരുന്നു ഈ ഒരു ബെർണാഡോ സിൽവയെ സൈൻ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പം ജോസെ മൗറിഞ്ഞോ സൈൻ ചെയ്യാനുള്ള മെയിൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു മാനേജർ എന്നുള്ള രീതിയിൽ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി മാനേജറിന് കിട്ടും. ഇങ്ങനത്തെ ഒരു പ്ലെയർ ടീമിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ബെർണാഡോ സിൽവ സിറ്റിയിൽ കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിയുടെ മാച്ചസ് ഒക്കെ കണ്ടിന്യൂസ് കാണുന്നവർക്കൊക്കെ അറിയാം. ബെർണാഡോ സിൽവ എന്ന് പറയുന്ന മനുഷ്യൻ പല പൊസിഷൻസിൽ വളരെ എഫക്റ്റീവായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ഒരു മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീപ്പ് ലൈങ് പ്ലേ മേക്കറായിട്ട് നിന്നുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ ടെമ്പോയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം പ്ലെയർ. അത് ശരിക്കും റയൽ മാഡ്രിഡിന് വളരെ വളരെ ആവശ്യമുള്ള ഒരു പ്രൊഫൈലാണ്. അത് മാത്രമല്ല, വേണമെങ്കിൽ റൈറ്റ് വിങ്ങിൽ വേണമെങ്കിൽ ഒരു ക്രിയേറ്റീവ് വിങ്ങർ എന്നുള്ള രീതിയിലും
ബെർണാഡോ സിൽവയെ യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഹാഫ് സ്പേസസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാം, ഈവൻ ഒരു ഫുൾ ബാക്കായിട്ട് വേണേലും ഈ ഒരു പ്ലെയർ കളിക്കും. അങ്ങനെ ടാക്ടിക്കലി ആ ഒരു ഫ്ലെക്സിബിലിറ്റി കോച്ചിന് കിട്ടും ഇങ്ങനത്തെ ഒരു പ്ലെയർ ടീമിലോട്ട് വരുമ്പോൾ. പിന്നെ ഈ ഒരു റയൽ മാഡ്രിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ അടുത്തിടെ കേൾക്കുന്ന ഒരു കാര്യമാണ് വേണ്ടത്ര ലീഡേഴ്സ് ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ ഇല്ല എന്നുള്ളത്. ഈ ഒരു 31 വയസ്സുള്ള ബെർണാഡോ സിൽവ നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റിയെ ക്യാപ്റ്റൻ ചെയ്ത പ്ലെയറാണ്. അതുമാത്രമല്ല എപ്പോഴും ആ ഒരു പ്ലെയർ ഒരു എക്സാമ്പിൾ പോലെ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ റെക്കോർഡ്സിൻ്റെ പുറകെ പോകുന്ന പ്ലെയർ അല്ല, എപ്പോഴും ഒരു ടീമിനെ മുന്നിലേക്ക് വെക്കുന്ന അത്തരം ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ബെർണാഡോ സിൽവ. അതുമാത്രമല്ല നമ്മൾ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡ്രസ്സിംഗ് റൂമിൽ കിട്ടും. വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ, പല ട്രോഫീസ്, പ്രീമിയർ ലീഗ് ട്രോഫികൾ, ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ജയിച്ച ഒരു പ്ലെയർ. അങ്ങനെ ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു പ്ലെയറിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ജോസെ മോറിഞ്ഞോ കടുംപിടുത്തം നടത്തി ബെർണാഡോ സിൽവയെ ഈ ഒരു റയൽ മാഡ്രിഡിലോട്ട് ഇപ്പം കൊണ്ടുവരുന്നത്. അപ്പം റയലിൽ ബെർണാഡോ സിൽവ 2 വർഷത്തെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2028 വരെയാണ് പുള്ളിയുടെ കോൺട്രാക്റ്റ്, പ്ലസ് എക്സ്ട്രാ ഒരു ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും റയൽ മാഡ്രിഡിൻ്റെ കയ്യിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് ബാർസലോണ കത്തിക്കയറിയാണ് വന്നത്. പക്ഷേ ആ കത്തിക്കയറ്റം അത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാർസലോണയുടെ സ്ഥിതി ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുറച്ച് മോശമാണ്. ഇപ്പം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റയൽ മാഡ്രിഡാണ്. അപ്പം തിരിച്ചിനിയിപ്പം ബാർസലോണയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആണ്.